പരമ്പരാഗത വ്യവസായ മേഖലയായ കയർ വ്യവസായം കടുത്ത പ്രതിസന്ധിയിലാണ്. ആഗോള വിപണിയിൽ ഏറെ സാധ്യതയുണ്ടെങ്കിലും കേരളത്തിലെ ചെറുകിട കയർ യൂണിറ്റുകളെല്ലാം നഷ്ടത്തിലാണ്. കയർ വ്യവസായവും കയർ തൊഴിലാളികളെയും സംരക്ഷിക്കാൻ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന പരാതി ആലപ്പുഴ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോവിഡിന് ശേഷം കടുത്ത പ്രതിസന്ധിയിലാണ് കയർ മേഖല. കയർ നിർമ്മാണവും വിപണനവും പ്രതിസന്ധിയിലായതോടെ തൊഴിലാളികളുടെ ജീവിതവും പ്രതിസന്ധിയിലായി. സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതിനാൽ ചെറിയ സാമ്പത്തിക ആശ്വാസം പോലും ലഭിക്കുന്നില്ല. സാമ്പത്തിക ക്ലേശം മൂലം കയർ സംഘങ്ങൾ പലതും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെയും കയർ മേഖലയിലെ പ്രശ്നങ്ങൾ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മുതലാളിമാർക്കൊപ്പമാണ് സർക്കാരെന്നും തൊഴിലാളികൾക്ക് അനുകൂലമായി ഒന്നും ചെയ്യുന്നില്ലെന്നും കയർ തൊഴിലാളി ഫെഡറേഷൻ ആരോപിക്കുന്നു. വകുപ്പ് മന്ത്രി പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് സഹായിക്കുന്നതിന് ആവശ്യമായി ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ചെയ്യൽ പ്രാവർത്തികമായി ഒന്നും കാണുന്നില്ല. അവരെല്ലാം മുതലാളിമാർ പറയുന്ന ഒരു ഭാഗമാണ് അവർ കേൾക്കുന്നത്. പക്ഷേ തൊഴിലാളിയുടെ ഭാഗം ഞാൻ വ്യതിരകരണങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ട്രേഡ് യൂണിയനെ വിളിച്ച് ഒരു ചർച്ച ചെയ്യാനോ അതിൻ്റെ പരിഹാരം എന്താണെന്ന് എനിക്കറിയാൻ കഴിയുന്നില്ല. ഇപ്പം തന്നെ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അത് ഡോക്ടറേറ്റ് കിട്ടിയവരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം തൊഴിലാളിക്ക് ഗുണപരമായ കാര്യമല്ല, അതെല്ലാം മുതലാളിമാർക്ക് അനുകൂലമായ കാര്യമാണ്. വ്യവസായ മന്ത്രി ആയാലും ശരി, കയർ മന്ത്രി ആയാലും ചിന്തിക്കുന്ന വലിയ വ്യവസായത്തെക്കുറിച്ചാണ്. വൈക്കം, ആലപ്പുഴ മേഖലകളിൽ 15,000-ഓളം സ്ത്രീകളാണ് കയറിനെ വിട്ട് തൊഴിലുറപ്പ് ജോലിയിലേക്കും മറ്റും പോയത്. ഒരു കയർപിരി തൊഴിലാളിക്ക് 380 രൂപയാണ് കൂലി. എല്ലാ ദിവസവും ജോലി ഉണ്ടാകുകയുമില്ല. ജീവിക്കാൻ മാർഗമില്ലാതെ ഈ രംഗം വിടുകയാണ് തൊഴിലാളികൾ. ഫാക്ടറി മേഖലയിലും പ്രതിസന്ധി നിലനിൽക്കുന്നു. ഇന്ന് കയർ ഫാക്ടറി തൊഴിലാളികളും കയർ തൊഴിലാളികളും വളരെ വിഷമമേറിയ കാലാവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. കയർപിരി തൊഴിലാളികൾക്ക് ഇന്ന് കേവലം 350 രൂപയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ മതിയാവില്ല. അതുകൊണ്ട് ഈ രംഗം വിടുകയാണ് അവർ. പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, സഹായിക്കേണ്ടവർ സഹായിക്കുന്നില്ല. ഫാക്ടറി മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിലില്ല. അവർ തീരുമാനിക്കപ്പെട്ട കൂലി, CRC തീരുമാനപ്പെട്ട കൂലി പല സ്ഥാപനവും കൊടുക്കുന്നില്ല. 3 ലക്ഷത്തിലധികം തൊഴിലാളികൾ കയർപിരി, കയർ ഫാക്ടറി മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ 80% സ്ത്രീകളാണ്. ഇവരെ കൈപിടിക്കാൻ സർക്കാർ തയ്യാറാവണം. അല്ലാത്ത പക്ഷം അവശേഷിക്കുന്ന ചെറുകിട ഫാക്ടറികൾ കൂടി അടച്ചുപൂട്ടേണ്ട സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ജനം, ആലപ്പുഴ.